സുശീലാമ്മയും ദേവരായ മാഷ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗറായിരുന്നാണല്ലോ അല്ലേ? മാഷ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അപ്പോൾ മാഷ് സാധാരണ ഇപ്പോൾ ജേട്ടനെ കൊണ്ടൊക്കെ പാടിപ്പിക്കുമ്പോൾ ഒരു ഹൃദയേശ്വരി എന്നുള്ള പാട്ടിനെ പറ്റിയിട്ട് ഒരു ന്യൂസ് കിട്ടുന്നു. ഹൃദയേശ്വരി എന്ന് ആദ്യം ചേട്ടൻ പാടിപ്പോൾ മാഷ് വന്നിട്ട് പറഞ്ഞു ഹൃദയേശ്വരി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരണം, ഹൃദയേശ്വരി എന്ന് പാടിയിട്ട് കാര്യം. ഹൃദയേശ്വരി ഹൃദയത്തിൽ അങ്ങനെയാണടാ അതിൻ്റെ രണ്ടര സാറ് പാടി കേൾപ്പിച്ചത്. ഹൃദയേശ്വരി നമ്മൾ ഫുൾ ഇതിൽ പാടണം. ശരി. പിന്നെ ദേവരാജൻ സാറ് പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചൊരു 50% എത്തുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് പുള്ളി പാടിയതിൻ്റെ. അത് പാടി കഴിയുമ്പോൾ അങ്ങനത്തെ അഭിപ്രായങ്ങൾ വല്ലതും പറയാറുണ്ടോ മാഷ് സാറിന്? മാഷ് പാടിയതിൻ്റെ ഫുൾ ചിലപ്പോൾ നിങ്ങളോ അല്ല ഞങ്ങളെ പാടിക്കുക ഒരു പാട്ട് റിഹേഴ്സ് ചെയ്യുമ്പോൾ ഒരാഴ്ചയൊക്കെ ശ്രുതി ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഹൃദയേശ്വരി തുടപ്പിക്കുക, ഹൃദയേശ്വരി എന്നാ തുടപ്പിക്കുക. എന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ മേലെ വലിക്കടാ മേലെ വലിയടാ മേലെ പോകുമ്പോഴേ വെച്ച് ചെയ്യാണ്ട് ഇങ്ങനെ കിടന്ന് പറയണേ. അപ്പം വലി എന്താ സംഗതി അറിയാമോ? ടെക്നിക്കൽ ഇതിലിങ്ങനെ പ്രാക്ടീസ് ചെയ്യിച്ചിട്ട് റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ശ്രുതി താത്തും നമുക്ക് ഭയങ്കര സുഖം. കോൺഫിഡൻ്റായി നിങ്ങളല്ലേ? ഭയങ്കര കോൺഫിഡൻ്റായി. അത് നമ്മളാക്കുമ്പോൾ അപ്പോൾ പുള്ളി അവിടെ നോക്കും, ഇങ്ങനെ എന്താ എക്സ്പ്രഷൻ നോക്കും. ഇവന് നമ്മൾ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നോക്കും പുള്ളി നോക്കും. അപ്പോൾ മനസ്സിലായില്ലേ? ഗ്രേറ്റാണ് കൃഷ്ണൻ, അവരൊക്കെ ഗ്രേറ്റ്. അങ്ങനത്തെ കമ്പോസേഴ്സ് ജനിക്കില്ല. അവർ ട്രെയിനിങ്, അവർ പുള്ളി തന്ന ട്രെയിനിങ്ങും അതും വാക്കുകളുടെ അർത്ഥം മനസ്സിലായ അർത്ഥം പറഞ്ഞു തരുന്നതും ആദ്യം കിട്ടിയതിനെ എഴുതാൻ പറയും. പാട്ട് എഴുതിയെടുത്ത് ഞാൻ വല്ലതും മനസ്സിലായത്. പിന്നെ നമ്മൾ ചോദിക്കുമ്പോഴാണ് അവരെന്ന് അത് ഇഷ്ടമാണ് ചോദിക്കുന്നത്, സംശയം ചോദിക്കുന്നതൊക്കെ. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ചേട്ടാ മറ്റേ ഈ മാസ്റ്റർ അടുത്തു നിന്നുള്ള ട്രെയിനിങ് ആണോ അതോ ചേട്ടൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ഈ ഒരു റൊമാൻസ് എന്നുള്ളൊരു സംഭവമാണോ? അതുണ്ടല്ലോ. പിന്നെ ഞാനത് പറയിപ്പിക്കണോ അതുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ട ചോദ്യം ഇതേമാതിരി തന്നെയാണ്. മറ്റേ കാമശാസ്ത്രം എഴുതിയ കനകത്തൂലി അത് പിന്നെ അതുമാതിരി നിങ്ങളുടെ ഇടയിൽ ആണിനും പെണ്ണിനും നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം എന്നൊക്കെ ചേട്ടൻ പാടിയിട്ടുള്ള രീതിയില്ലേ മാഷ് പറഞ്ഞു? അപ്പം അത് പറഞ്ഞു മാഷ് ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമോ? അപ്പം അങ്ങനെ പറഞ്ഞു തരുമ്പോൾ പുള്ളി അത് പ്ലെയിനായിട്ടാണ് പാടുന്നത്. പക്ഷെ അത് ഭയങ്കര വികാരമാണ് പാടുന്നത്. ഭയങ്കര അങ്ങനെ നമ്മൾ പാടാൻ ശ്രമിക്കുന്ന മാത്രമേ ഉള്ളൂ. ശ്രമിച്ചിട്ടുള്ള സാധനമാണ് അപ്പം നമ്മൾ കേട്ടിട്ടുള്ളത്. അത്രേ പറ്റുള്ളൂ. അത് തന്നെ ഗംഭീരമാണ്. അത് അത്ര അങ്ങനെയാണ്. അത് ഓക്കെ ചെയ്യേണ്ട പുള്ളി ഓക്കെ ആയിട്ടല്ലോ ഓക്കെ ആയുള്ളൂ. ശരിയാണെങ്കിൽ ഓക്കെ ഇല്ലല്ലോ. ഈ ചേട്ടൻ പണ്ട് എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞൊരു ഓർമ്മയുണ്ട് എനിക്ക്. പണ്ട് ചേട്ടൻ്റെ പാട്ടുകളുടെ മാത്രമല്ല വേറെ ചില റെക്കോർഡിങ്സിനൊക്കെയും ചിലപ്പോൾ ചില കമ്പോസിങ്ങിനൊക്കെ അവിടെ പോവാറുണ്ട്. ബാബുക്കയുടെ എന്തോ ഇരുട്ടിൻ്റെ അന്ന് സാമാലോട്ടത്തിലല്ലേ കാലത്ത് ഭക്ഷണം കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ രാത്രി ആരെ ചോദിക്കാനില്ലല്ലോ. നമ്മൾ അവിടെ ഒറ്റയ്ക്കല്ലേ തന്നെ അങ്ങനെ ഇറങ്ങിപ്പോയി നമ്മളെ റെക്കോർഡിങ് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് എനിക്കറിയാം ദശാമസ്വാമിയുടെ നടക്കുന്നുണ്ടാവും, അപ്പുറത്ത് ബാബുക്കയുടെ നടക്കുന്നത്, രാഘവമാഷ നടക്കുന്നത്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും. സോണി പിക്ചേഴ്സ് പറയും ഇരുകണ്ണീർ തുള്ളി. ഞാൻ എപ്പോഴും മറക്കില്ല. ഇരുട്ടിൻ്റെ ആത്മാവ് കമ്പോസിങ് ഇരിക്കുമ്പോൾ ബാബുക്ക ഹാർമോണിയം ബാബുരാജ് ഹാർമോണിയം ഇരിക്കുമ്പോൾ ലിറിക്സ് വന്നിട്ടില്ല. അപ്പോൾ ഇയാളെ വിളിച്ചു ചോദിച്ചു എവിടെ മാഷ് ലിറിക്സ് ഇട്ട് എത്ര നേരമായി കിട്ടിയാണോ നോക്കിയപ്പോൾ എടുത്ത ഉടനെ ബാബുക്ക ഇരുകണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ വെച്ച് കണ്ടുമുട്ടിയവർ കണ്ടുമുട്ടി പിന്നെ കണ്ടുവന്ന സ്വപ്നത്തിൽ കത്തുകയും അത് കുറച്ച് നേരം ഇരുന്നുണ്ട് കണ്ടിരുന്നതാണ് ബാബുക്കട. അപ്പം ഇരു കണ്ണീർ തുള്ളി വരികളും എന്താ പാരലായിട്ട് പോകാൻ അത് കണ്ടുമുട്ടിയതാണ്. അങ്ങനൊന്നും എഴുത്തുകാരനും ജനിക്കില്ല. പക്ഷേ എൻ്റെ റേറ്റിംഗിൽ നമ്പർ 1 ഭാസ്കരൻ ഭാഷ കഴിഞ്ഞിട്ട് ആ സുരവിത്തിലത്തെ ഒരു ചെറിയൊരു പാടിയത് ഞാനിതാ തിരിച്ചെത്തി മത്സഖി പോയിരുന്നു. ഞാനിതാ തിരിച്ചെത്തി മത്സഖി
താരുണ്യ സ്വപ്നത്തിൻ അത് നിർത്താൻ വരും. അതെ 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 അതെ. അല്ലാതെ നമുക്ക് ആ മലയാളത്തിൻ്റെ മറ്റേ എന്താണ് പറയുക, നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ആ ഒരു കാലഘട്ടത്തിലത്തെ പാട്ടുകൾ മുഴുവൻ ജയേട്ടനെയും കൂടി കണക്ട് ചെയ്തിട്ട് നാളെ ദിവസം വാസുവേട്ടൻ്റെല്ലോ താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങിമെത്തുമ്പോൾ എന്ന് വാസുവേട്ടൻ ചോദിച്ചു തരേ മാഷെ ഈ താന്നിയൂർ അമ്പലം ഉണ്ടോ ചോദിച്ചു. അല്ല വാസു തനിക്ക് അങ്ങനെ അമ്പലം ഉണ്ടെന്ന് തോന്നിയോ? അത് മതി. അതാണ് ക്രിയേഷൻ അല്ലേ, ആ ഒരു ക്രിയേറ്റീവ്. ആ അതല്ലേ ഇത് കണ്ടില്ലേ മാനത്തെ രാത്രിയിൽ പുള്ളിപ്പുലിക്കളി മായന്നൂർ കാവിലെ പാവക്കൂത്ത്. ആ മാനത്തെ രാത്രിയിൽ പുള്ളിപ്പുലിക്കളി എല്ലാവർക്കും വരും. ഈ മായന്നൂർ കാവ് എന്ന് പറയുമ്പോൾ അത് മാഷ്ക്ക് മാത്രമേ വരുള്ളൂ. അതേമാതിരി തന്നെയാണ് തിരുവേഗപ്പുറയുള്ള ഭഗവാനാൾ. അത് വേറൊരു കഥയാണ്. അത് രാഘവൻ മാഷും ഭാസ്കരൻ ഞാൻ പാടിയത് പൂർണ്ണേന്ദു മുഖിയോട് അമ്പലത്തിൽ കുരുക്ഷേത്രം. എൻ്റെ റെക്കോർഡിങ് രാഘവൻ മാഷ് വൈകുന്നേരം പോകണം എയറിലേക്ക് കോഴിക്കോട്ടേക്ക്. അപ്പോൾ കാലത്ത് സൺഡേ കാലത്ത് റെക്കോർഡിങ് വന്ന് ജാനകിയമ്മയുടെ കോൾ ഷീറ്റ് മേടിച്ചു 7 to 1 അമ്മ റെഡിയാണെന്ന് തോന്നുന്നു. പാട്ട് എഴുതണ്ടേ? ഭാസ്കരൻ മാഷ് ഒരു വേറെ വാസു സ്റ്റുഡിയോ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ചെയ്യാം. ശരി. അപ്പോൾ രാഘവൻ മാഷും പരമണ്ണൻ പരമേശ്വരൻ ആണങ്ങൾ രണ്ടുപേരും കൂടെ നമുക്ക് പോയി കാണാനില്ല മാഷെ പോകാന്ന് പറഞ്ഞിട്ട് നേരെ വാസു സ്റ്റുഡിയോ ചെന്നപ്പോൾ ഭാസ്കരൻ മാഷ എന്താ നിങ്ങൾ മാഷ് പരമ അല്ല ചെറിയൊരു കാര്യം ഉണ്ടെന്ന് ഒരു പാട്ട് വേണം. ഇപ്പോഴാണ് ഞാനൊരു ഷൂട്ടിങ് അല്ല ഇങ്ങനെ ഡയറക്ടർ നെസസാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീയുടെ സ്വപ്നമാണ് അത്രേ പറഞ്ഞോളൂ. എന്നാൽ വിജയൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു മാഷ്. ഇപ്പോൾ വരാം 10 മിനിറ്റ് വരാമെന്ന് വന്ന് പരമോ ഒരു ബീഡി അങ്ങനെ ഞാൻ കണ്ടത് ഒരു ബീഡി കത്തിച്ചിട്ട് ഇങ്ങനെ തീപ്പെട്ടി ഇങ്ങനെ ഇട്ടിക്കും ഒഴിക്കും. 5 മിനിറ്റ് അങ്ങോട്ട് പോവുകയും ചെയ്തു. എന്നിട്ടാണ് രാഘവമാഷ് പറയുന്നത് ഈ കാറിൽ ഒന്നെടുത്ത് നോക്കിയപ്പോൾ തിരുവേഗപ്പുറമുള്ള ഭഗവാൻ എന്നാൾക്ക് വിരിയുന്ന ഒരു തീയക്കിനാവ് കണ്ടു. മകയിര പൂനിലാവിൽ ദശപുഷ്പങ്ങളും ചൂടി മാങ്കൊമ്പിൽ പൊന്നൂഞ്ഞാല അടിയാടി തിരുനോമ്പിൽ മനമൂന്നി മലർമകളിരിക്കുമ്പോൾ മദനൻ്റെ മലരമ്പ് ഭഗവാനേറ്റു പുറകിന്ന് ഒഴിപുത്തി പുരഹരൻ ദേവിയുടെ വരമഞ്ഞൾ കുറിയപ്പോൾ മാഞ്ഞുപോയി പോയി. പിക്ചറാണത്. ഭഗവതി പിണങ്ങിപ്പോയി, ഭഗവാനോ കുഴങ്ങിപ്പോയി. ഉണർന്നപ്പോൾ കിനാവാണെന്ന് ശിവന്റെ സ്വപ്ന. ഇതെന്താ ഇതൊക്കെ? ഈ 2 മിനിറ്റ് കൊണ്ട് എഴുതാ കൃഷ്ണ. അതല്ലേ അങ്ങ് അവ ജനിക്കില്ല, അങ്ങനെ ഒരു റൈറ്റർ ജനിക്കില്ല. എനിക്ക് പറയുമ്പോൾ തൊണ്ടണ്ട അത്ര ഗ്രേറ്റ് ആണ് അത് സത്യം. ഇപ്പോൾ മദ്രാസിലൊക്കെ ചേട്ടൻ പാടിയുന്ന സമയത്തും ഇപ്പോൾ നമ്മൾ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ അവിടെ മലയാളികളുടെ ഒരു കൂട്ടായ്മയും പിന്നെ മ്യൂസിക് ഇപ്പോൾ റെക്കോർഡിങ്ങിന് ഓണത്തിൻ്റെ ദിവസമൊക്കെ പാടി അങ്ങനെയൊക്കെ വല്ല ഓർമ്മകളുണ്ടോ? ഇല്ല. ഓണത്തിന് എന്ന് പറയുമ്പോൾ ഞാൻ ദേവരാം മാഷ ഒന്നിന് ശുദ്ധിതാഴ്ത്തി പാടാൻ കൂടെ വന്ന കാലം ഓർമ്മയുണ്ട്. ആണല്ലേ? പക്ഷെ അന്നൊക്കെ നല്ല അന്തരീക്ഷം, ഓണത്തിൻ്റെ നല്ല അന്തരീക്ഷമായിരുന്നു. കർക്കിടകം കഴിഞ്ഞ് ഓണം വരുമ്പോൾ വളരെ ഭംഗിയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഭംഗിയില്ല. ഓണത്തിലാ കർക്കിടകം വരാൻ പോണ മഴ. അത് പ്രകൃതിക്ക് തന്നെ സംശയം സമയം ഏതാന്നുള്ളത്. പ്രകൃതിക്ക് സംശയം എന്നല്ല, ഇവിടെ ഒന്നാമത് ജനങ്ങൾ ഈ പ്രകൃതിയെ നശിപ്പിച്ചിട്ട് അതിപ്പോൾ ഒരു വലിയ താമസമില്ലാണ്ട് ഇപ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ലൊരു ഓണം ഇരിഞ്ഞാലക്കുടയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പഴയ ഓർമ്മ. ഇരിഞ്ഞാലക്കുടയിലെ ഓണമല്ല കൃഷ്ണ, ഞാൻ ചേന്നോങ്കലത്ത് ഞങ്ങളുടെ ആ ഓണം അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഈ ചെളി വെട്ടി കൊണ്ടുവന്നിട്ട് ഓണത്തപ്പനെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി മാതേവര അതെ ഇങ്ങനെ ഓണത്തപ്പന അത് ഉണ്ടാക്കി ഞങ്ങൾ ചെളി കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ അത് ഉണക്കി നമ്മൾ തന്നെ ഉണ്ടാക്കുക. പ്രകൃതി തന്നെ അന്നത്തെ എന്ന് പറയുന്നത് കർക്കിടകം ഈ ഇരുട്ട് മഴ പെയ്ത് ഇരുട്ട് പിടിച്ച മഴ നിൽക്കുക, അങ്ങനെ ഒരു മഴയില്ല ഇപ്പോൾ കർക്കിടകത്തിൽ. ഇപ്പോൾ മഴ പെയ്ത് പെട്ടെന്ന് പോകുമല്ലേ, അന്ന് നിൽക്കില്ല മഴ, തോരാതെ പെയ്തുകൊണ്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞ് ആ ചിങ്ങം വരുമ്പോൾ മഴ കുറഞ്ഞ് ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട്. മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ്, ആ ഇരുട്ടുന്ന വെളിച്ചത്തിലേക്കുള്ള പ്രകൃതി കൂടെ അങ്ങനെയായിരുന്നു അന്ന്. ഇന്നിപ്പോൾ അതില്ല.